ഹായ് സുഹൃത്തുക്കളെ, ഞാൻ പഠിച്ചത് 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ കൊണ്ടോട്ടി മേലങ്ങാടി GVHSS സ്കൂളിലായിരുന്നു. അവിടെയുള്ള എല്ലാ മാസ്റ്റർമാരും ടീച്ചർമാരും എനിക്ക് പ്രത്യേകം പരിഗണന നൽകിയിരുന്നു. കാരണം എൻ്റെ അവസ്ഥ അവർ തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കണം. അങ്ങനെ അവിടെ പഠിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ 9ാം ക്ലാസ്സിൽ വെച്ച് ബയോളജി പഠിപ്പിക്കുന്ന ടീച്ചർ എന്നെ വിളിച്ചു. എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു. ചോദിച്ചു, നിനക്കെന്താണ് ആവശ്യമെന്ന്. അപ്പോൾ ഞാൻ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ എന്നോട് ചോദിച്ചു, നിൻ്റെ കണ്ണട മാറ്റാനായിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, നിനക്ക് നാസർ വെച്ച അതുപോലുള്ള കണ്ണട മതിയോ എന്ന്. സത്യത്തിൽ പറഞ്ഞാൽ ഞാൻ അതുപോലെ ഒരു കണ്ണട വാങ്ങണം എന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ടീച്ചർ അത് ചോദിച്ചപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി. അപ്പോൾ ടീച്ചർ പറഞ്ഞു, നിൻ്റെ കണ്ണടയുടെ ഷീറ്റ് ഒന്ന് കൊണ്ടുതരണേ എന്ന്. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഷീറ്റ് എടുത്ത് കൊടുത്തു. പിന്നീട് ടീച്ചർ പുതിയ കണ്ണട, നാസർ വെച്ച അതുപോലുള്ള പുതിയൊരു കണ്ണട എനിക്ക് വന്നു തന്നു. അതുവരെ ഞാൻ വെച്ചിരുന്നത് റൗണ്ടിലുള്ള ഒരു കണ്ണടയായിരുന്നു. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു, നമുക്കൊരു ക്ലാസ് ടെസ്റ്റ് നടത്തണം, എല്ലാവരും പഠിച്ചു വരണമെന്ന്. ഇത് കേട്ടയുടനെ ഞാൻ തീരുമാനിച്ചു, ഈ ക്ലാസ് ടെസ്റ്റിലെങ്കിലും എനിക്ക് നല്ല മാർക്ക് വാങ്ങണം. അതിൻ്റെ മുമ്പുള്ള ക്ലാസ് ടെസ്റ്റുകളിലൊക്കെ എനിക്ക് 3 or 4 മാർക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ടീച്ചർ ക്ലാസ് ടെസ്റ്റ് നടത്തി. ആൻസർ പേപ്പർ ഓരോരുത്തർക്കായി പേര് വായിച്ച് കൊടുക്കാൻ തുടങ്ങി. ഓരോരുത്തരുടെ പേര് വായിച്ച് കൊടുത്തു. എൻ്റെ അടുത്തുള്ളവർക്കൊക്കെ 4 or 5 മാർക്കിൽ ഓരോരുത്തർക്കൊക്കെ. അപ്പോൾ എൻ്റെ പേര് വിളിച്ചു ടീച്ചർ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, സഫ്വാൻ 10ൽ 9.5 മാർക്ക് എന്ന് വളരെ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു. കാരണം ആ മാർക്ക് കേട്ടപ്പോൾ എൻ്റെ മനസ്സിനുള്ള സന്തോഷത്തേക്കാൾ കൂടുതൽ എനിക്ക് സന്തോഷമായത് ടീച്ചറുടെ ആ മുഖത്തെ ചിരിയായിരുന്നു. അങ്ങനെ ഞാൻ 9ാം ക്ലാസ്സും കഴിഞ്ഞു 10ാം ക്ലാസ്സിലേക്ക് എത്തി. 10ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ SSLC അല്ലേ, എനിക്ക് വിജയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. പരീക്ഷയ്ക്ക് മുമ്പായി കുട്ടികൾക്ക് 1-2 മാസത്തെ വിജയബേരി ക്ലാസ് കൊടുക്കുന്നുണ്ടല്ലോ, ആ ക്ലാസ്സിലൂടെയാണ് എനിക്ക് ഒരു പ്രതീക്ഷ വീണ്ടും കിട്ടിയത്. അങ്ങനെ ഞാൻ SSLC പരീക്ഷ എഴുതുകയും കഷ്ടപ്പെട്ട് പാസ്സാവുകയും ചെയ്തു. അവിടെ നിന്ന് SSLC കഴിഞ്ഞ് പോന്നാരെ ആ ടീച്ചറെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ആ ടീച്ചർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നും എനിക്കറിയത്തില്ല. ടീച്ചറുടെ നാട് എവിടെയാണെന്നും ഒന്നും അറിയുകയില്ല. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ആ ടീച്ചറെ കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക. ഏകദേശം 10-17 കൊല്ലം മുമ്പാണ് ആ ടീച്ചർ മേലങ്ങാടി സ്കൂളിൽ എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ ഈ ടീച്ചറുടെ പേര് മിനി ടീച്ചർ എന്നാണ്. ആ ടീച്ചറെ കുറിച്ച് നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ, ടീച്ചറുമായി അടുത്ത ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ നിർത്തുകയാണ്. താങ്ക് യു. എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഈ വീഡിയോ ടീച്ചറിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.